ഇവർക്കുണ്ടോ ഇമാമിങ്ങളൊരു വിഷയം? അതുകൊണ്ടല്ലേ സക്കരിയ സലാഹി ശാഫി ഇമാമിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. സക്കരിയ സലാഹി പറയുന്നു ശാഫി ഇമാമിന് വിവരമില്ല. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. പെണ്ണിനെ തൊട്ടാ ഒതുമുറിയാന്നുള്ള പ്രശ്നം തന്നെയില്ല. ഔ ലാമസ്തുമുൻ നിസാ എന്ന ആയത്ത് ഇമാം ഷാഫി മനസ്സിലാക്കിയത് തെറ്റാണ് റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു സ്പർശിച്ചാൽ. അവിടെ സ്പർശിച്ചാൽ എന്നല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ് അർത്ഥം. അന്യം തൊടാത്ത പെണ്ണാണെന്ന ബസ് കയറുമ്പോൾ ആളുകളെ തോടിയിട്ടില്ല എന്നർത്ഥം അല്ലല്ലോ. മനസ്സിലായോ? അതിന്റെ തെളിവ് കേട്ടകള് ഷാഫി ഇമാമിനെ തെറ്റിയുള്ളതിന് തെളിവെന്നറിയോ? അന്യം തൊടാത്ത പെണ്ണ് എന്ന് പറഞ്ഞാൽ ബസ് കയറുമ്പോൾ തോണ്ടിയിട്ടാണോ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് തോണ്ടല. എന്നാ സഹോദരന്മാരെ, ഞാൻ ഷാഫി ഇമാമിന് തെറ്റുപറ്റിയിട്ട് സക്കരിയ പറഞ്ഞില്ലേ? എന്നാ സക്കരിയ മൗലവി തെറ്റുപറ്റിയത് നിങ്ങൾക്കാണ്. എടുക്കൂ കിതാബുൽ മുവത്ത, മഹാനായ മാലിക് ഇമാമിന്റെ മുവത്ത. സഹീഹുൽ ബുഖാരി പോലും ഇവിടെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ബുഖാരി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കിതാബുൽ മുവത്ത, ആ കിതാബുൽ മുവത്തയിലുള്ള മുഴുവൻ ഹദീസും അതാ സഹീഹാണെന്ന് വരെ ഇമാം സുയൂത്തി പറഞ്ഞില്ലേ? ഏതായാലും ഞാൻ വെല്ലുവിളിക്കുന്നു, ലോകത്തുള്ള എല്ലാ മുജാഹിദ് മൗലവിമാരെയും ഞാനിപ്പോ വായിക്കുന്ന സനദിന് വല്ല കേടും പറയാറുണ്ടോ? കേട്ടോ? സ്വന്തം ഭാര്യയെ ഒരാൾ ചുംബിച്ചാൽ ഒന്നുവെടുക്കണം എന്ന് പറയുന്ന അധ്യായം മാലിക് ഇമാം കൊണ്ടുവന്നിട്ട് ഹദ്ദസനി യഹ്യാ അൻ മാലിക് അൻ ഇബ്നു ശിഹാബ് അൻ സാലിം ഇബ്നു അബ്ദുല്ലാഹി അൻ നബീഹി അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ പഠിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബിന്റെ മോനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് സ്വന്തം മകൻ സാലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, സാലിമിൽ നിന്ന് ഇബ്നു ശിഹാബ് നിങ്ങളുടെ റിപ്പോർട്ട്, ഇബ്നു ശിഹാബിന്റെ മാലിക് ഇമാമിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് മുവത്തയിലാണ്. ആ റിപ്പോർട്ടിന് വല്ല തകരാറും പറയാൻ ലോകത്ത് വല്ല മൗലവിക്കും കഴിയോ? ആ സഹിഹായ സനദോടുള്ള റിപ്പോർട്ട് കേട്ടോ. അന്നഹു കാന യഖൂലു, സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ ചുംബിക്കുന്നത് കൈകൊണ്ട് തൊടുന്നത് മിനൽ മുലാമസ, ഖുർആൻ പറഞ്ഞ ലാമസ്തുമുൻ നിസാ എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. ഫമൻ ഖബ്ബല ഇംറഅതഹു, അതുകൊണ്ട് വല്ലവരും അവന്റെ ഭാര്യയെ ചുംബിച്ചാൽ ഔ ജസ്സഹാബിയതിഹി, അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ടാൽ ഫഅലൈഹിൽ വുദൂ, അവനോട് ഒരിക്കൽ നിർബന്ധമാണ്. فحدثني عن مالك انه بلغه ان عبد الله بن مسعود كان يقول من قبلة الرجل امراته الوضوء. ഇതുപോലെ സഹാബിയായ ഇബ്നു മസ്ഊദ് തങ്ങളും പറഞ്ഞതായി മാലിക് ഇമാമിന് വിവരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ حدثني عن مالك بن شهاب انه كان يقول من قبلة الرجل امراته الوضوء. മാലിക് ഇമാമും പറയുകയാണ്, ആകയാൽ ഖുർആനിൽ സഹാബത്ത് പറഞ്ഞ തഫ്സീർ, സഹിയായ കിട്ടിയ തഫ്സീർ, ആ തഫ്സീർ സ്വീകരിച്ച മാലിക് ശാഫി ഇമാമിനെ തെറ്റുപറ്റിയിട്ടല്ലേ സക്കരിയ പറഞ്ഞത്? ചോദിക്കട്ടെ, മുലാമസത്ത് എന്ന് പറഞ്ഞത് സ്പർശനം പെടുകയില്ലെന്ന് പറഞ്ഞ വല്ല സഹിയായ ഹദീസുമുണ്ടോ? ഓ സഹോദരന്മാരെ, ശാഫി ഇമാമിന് തെറ്റുപറ്റിയെന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിന്റെ പേരിലാണ്? ശാഫി ഇമാമിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് ശാഫി ഇമാമിനെ പറയുകയാണോ? ശാഫി ഇമാമിനല്ല വിവരമില്ലാത്തത്. വിവരമില്ലാത്ത കിതാബോധി പഠിക്കാത്ത നിങ്ങൾക്കാണ്. അതുകൊണ്ട് ശാഫി ഇമാമിനെ പറയണ്ട, അഹ്മദ് ഇബ്നു ഹംബലിനെ പറയണ്ട, മാലിക് ഇമാമിനെ പറയണ്ട. ശാഫി ഇമാമ് തെറ്റിപ്പോയ ആളാണ്, തെറ്റുപറ്റിയ ആളാണ്. ഏതെങ്കിലും ഹനഫി എന്ന് പേരം പറഞ്ഞു? ഒരു ഇമാമികൾ ഇങ്ങനെ പറഞ്ഞില്ല. അതുകൊണ്ടാ ഏത് ഇമാമികളെ കിതാബ് നോക്കിയാലും ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കണമെന്നാ പറഞ്ഞത്. തെറ്റുപറ്റിയെ സ്വീകരിക്കണമെന്ന് പറയോ? ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കണമെന്നാ പറഞ്ഞത്. നിങ്ങൾ ഇമാമിങ്ങളെ വിട്ടിട്ട് സ്വന്തം ഖുർആൻ നോക്കി, നിങ്ങൾ ഹദീസ് വിട്ടിട്ട് സ്വന്തം ഖുർആൻ നോക്കി. അപ്പോൾ നിങ്ങൾ അബദ്ധത്തിൽ പോയി ചാടി. എത്ര അബദ്ധങ്ങളാണ് എന്ന് സംഭവിച്ചത്? ഒന്നും രണ്ടുമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇമാമികൾക്കിടയിൽ തൗഹീദിനെ കുറിച്ചൊരു തർക്കം നടന്നിട്ടില്ല, വീക്ഷണ വ്യത്യാസം നടന്നിട്ടില്ല. അതേസമയത്ത് നിങ്ങൾക്കിടയിൽ തൗഹീദിനെ കുറിച്ചാ തർക്കം.
ഇമാമുകൾ ഒറ്റ ഇമാമും വേറൊരു ഇമാമിന് തൗഹീദിൽ പിഴച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. പറയുന്ന കാലത്ത് ഇമാമല്ല. അതേസമയത്ത് ഇമാമിങ്ങൾക്കിടയിലുള്ള ചില വീക്ഷണ വ്യത്യാസങ്ങൾ അത് അമ്പിയാക്കൾക്കിടയിലുള്ളതുപോലെയാണ്. അമ്പിയാക്കൾക്കിടയിൽ ചില നിയമം പറയുമ്പോ സാധാരണമായ വിഷയത്തിൽ ഒന്നിലധികം വീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അതിമാമിങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. ഒരു വരിയും പിഴച്ചിട്ടില്ല, അതുപോലെ ഇമാമും പിഴച്ചിട്ടില്ല.